ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇനി ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്ന സൂപ്പർ പോരാട്ടം അത് ഇന്ത്യ പാക് പോരാട്ടമാണ്. ബംഗ്ലാദേശിനെതിരെ തകർപ്പൻ ജയത്തോടെ തുടങ്ങിയ ഇന്ത്യ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനെ നേരിടും. ഫെബ്രുവരി 23 ഞായറാഴ്ച ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. 2017 തോൽവിയുടെ മറുപടി എന്ന വിധമുള്ള ഒരു പ്രകടനം തന്നെയാകും ഇന്ത്യ കാഴ്ചവെക്കുക എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം തെളിയിക്കുന്നതും അത് തന്നെയാണ്. ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും എന്തുകൊണ്ടും സജ്ജമാണ്. ഇന്ത്യയോട് ഏറ്റുമുട്ടാനൊരുങ്ങുന്ന പാക് പട എന്നാൽ അത്ര ഫോമിലല്ലെന്നാണ് ആദ്യ മത്സരത്തിന് ശേഷം മനസ്സിലാകുന്ന ഒന്ന്. പാക് ക്യാപ്റ്റൻ പോലും ട്രോളുകൾ വാരിക്കൂട്ടുന്ന തിരക്കിലാണ്. അത്ര കണ്ട് ദയനീയ പ്രകടനമായിരുന്നു പാക് ടീം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള അടുത്ത മത്സരം ജയിക്കേണ്ടത് പാകിസ്ഥാനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. എന്നാൽ ടീം ഇന്ത്യ തങ്ങളുടെ പ്ലേയിങ് 11-ൽ മാറ്റം കൊണ്ടുവരാനുള്ള സാധ്യതകളെക്കുറിച്ചും ഇവിടെ തള്ളിക്കളയാൻ സാധിക്കില്ല. ചില ദേശീയ മാധ്യമങ്ങൾ അത് സംബന്ധിച്ച വാർത്തകൾ നൽകി കഴിഞ്ഞു. ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത കുൽദീപ് യാദവ് പുറത്തിരിക്കാനാണ് സാധ്യത. കുൽദീപിന് പകരം വരുൺ ചക്രവർത്തി വന്നേക്കും. എന്നാൽ നിലവിലെ പ്ലേയിങ് 11-ൽ ടീം ഇന്ത്യ സംതൃപ്തരായതുകൊണ്ട് തന്നെ മാറ്റമുണ്ടാകുമോ എന്ന് കണ്ടറിയണം. മികച്ച ഫോമിലുള്ള ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും കഴിഞ്ഞ മത്സരത്തിലും ഇന്ത്യയുടെ ബാറ്റിംഗ് മികച്ചതായിരുന്നു. ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയ മത്സരത്തിൽ ശുഭ്മാൻ ഗിൽ കിടിലൻ സെഞ്ചുറി കുറിച്ചപ്പോൾ രോഹിത് ശർമ്മയും KL രാഹുലും തങ്ങളുടെ റോൾ ഭംഗിയാക്കി. ഇനി രണ്ടാം വിജയത്തോടെ സെമിയിലേക്കുള്ള വഴി എളുപ്പമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതേസമയം ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് തോറ്റ പാകിസ്ഥാൻ കടുത്ത സമ്മർദ്ദത്തിലാവും ഇന്ത്യയെ നേരിടുക. തുടർച്ചയായ രണ്ടാം സെഞ്ചുറി നേടിയ ഗിൽ പാകിസ്ഥാനെതിരെ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി ഉണ്ടാവും. നിലവിൽ ഇന്ത്യൻ നിരയിൽ ഏറ്റവും മികച്ച ഫോമിലുള്ള ബാറ്ററാണ് ഗിൽ. വിരാട് കോഹ്ലി 3-ാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യും. ഏകദിനത്തിൽ 14,000 റൺസ് നേടുന്ന ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ബാറ്റ്സ്മാനായി മാറാൻ കോഹ്ലിക്ക് ഇനി 15 റൺസ് കൂടി മതി. അടുത്ത മത്സരത്തിലൂടെ കോഹ്ലി ആ നേട്ടം സ്വന്തമാക്കുമെന്ന് തന്നെ പറയാം. ശ്രേയസ് അയ്യർ 4-ാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യുന്നത് തുടരും. KL രാഹുൽ 5-ാം സ്ഥാനത്ത് എത്തിയേക്കും. ബംഗ്ലാദേശിനെതിരെ ബാറ്റിംഗിൽ തിളങ്ങാത്ത അക്സർ പട്ടേൽ 6-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. ഹർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും യഥാക്രമം 7, 8 സ്ഥാനത്ത് ബാറ്റ് ചെയ്യും. ബംഗ്ലാദേശിനെതിരെ 10 ഓവറിൽ ഒരു വിക്കറ്റ് പോലും വീഴ്ത്താൻ കഴിയാത്തതാണ് കുൽദീപ് യാദവിന് തിരിച്ചടിയായത്. വരുൺ ചക്രവർത്തിയെ ടീമിൽ ഉൾപ്പെടുത്താൻ ഇത് കോച്ച് ഗൗതം ഗംഭീറിനെ പ്രേരിപ്പിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വരുണിന്റെ മികച്ച ഫോം കൊണ്ടാണ് ഇംഗ്ലണ്ടിനെതിരെ ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ആദ്യം പ്രഖ്യാപിച്ച ടീമിൽ മാറ്റം വരുത്തി അദ്ദേഹത്തെ അവസാന നിമിഷം ഉൾപ്പെടുത്തിയത്. ദുബൈയിലെ ടേണിംഗ് പിച്ചിൽ വരുണിന്റെ മിസ്റ്ററി സ്പിൻ പാകിസ്ഥാന് വെല്ലുവിളിയായേക്കും.